ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ജൂൺ മാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ്. അത് 27 നക്ഷത്രക്കാരുടെയും ഫലം. മലയാള കണക്കനുസരിച്ച് കൊല്ലവർഷം 1199 ഇടവമാസം 19-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. ഈ ആഴ്ചത്തെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ജൂൺ മാസം 6-ാം തീയതിയാണ് അമാവാസി ദിനം. അത് അമാവാസി ഒരിക്കലെടുക്കുകയും പിതൃപൂജകളിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ആഴ്ചഫലം പറയുന്നത്. ഗ്രഹങ്ങൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ആഴ്ച ഇടവം രാശിയിൽ ബുധനും വ്യാഴവും ശുക്രനും രവിയും അവിടെ യോഗം ചെയ്തിരിക്കും. കേതുവാകട്ടെ കന്നി രാശിയിൽ, കുംഭം രാശിയിൽ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് ശനിയുമുണ്ട്. കുജസർപ്പയോഗം മീനം രാശി. അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ചന്ദ്രൻ മാതൃകാരകനും മനസ്സിൻ്റെ കാരകനുമായ ചന്ദ്രൻ പക്ഷബലം കുറഞ്ഞ് അമാവാസിയോട് അടുക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഒരു മനോബലം കുറയുക, മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുക, അതൊക്കെ സൂചകമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈ ആഴ്ച ദൈവാധീനവും ഉള്ള ആഴ്ചയാണ്. അതുപോലെ തന്നെ ഭാഗ്യവുമുണ്ട്. 9-ാം ഭാവാധിപൻ്റെയും 5-ാം ഭാവാധിപൻ്റെയും ഒക്കെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ രാശിയാധിപൻ രാശിയിലേക്ക് വരാൻ തയ്യാറാകുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഒരാഴ്ചയാണ്. അതായത് നമ്മൾ ഏത് കാര്യത്തിൽ പ്രവർത്തിക്കുന്നവരായാലും ആ രംഗത്ത് വിജയിക്കുവാനാവും. മറ്റൊരു പ്രധാന കാര്യം ആരോഗ്യം തൃപ്തികരമാണ്. കൂടാതെ അധിക ധനച്ചെലവുകളൊന്നും സൂചകമല്ല. വന്നു ചേരുന്ന ധനം അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു മിതവ്യയം ഉള്ള ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണ്ണമാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. അവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു, ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ടും രാജയോഗകാരകനായ ശനി അവിടെ അനുഗ്രഹം ചൊരിയുവാൻ തുടങ്ങിയിരിക്കുന്നു. ഭാഗ്യാധിപനായ ബുധൻ്റെ സ്ഥിതി രാശിയിൽ വന്നതും വളരെ നല്ലതാണ്. ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ ഉള്ളവർ ആ രോഗങ്ങളൊക്കെ മാറി വളരെയധികം സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്ക് അകൽച്ച ഉണ്ടാകാതെ നോക്കണം. അതായത് അധിക പാപഗ്രഹങ്ങൾ ദാമ്പത്യ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യും. അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കുക, ജലയാത്രകളും ഒഴിവാക്കണം. കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ അലസത വന്നുപെടുന്നതിനോ പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകുന്നതിനും സൂചനയുണ്ട്. തൊഴിൽ രംഗത്ത് വിജയിക്കുവാനാവും. സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പേപ്പറുകളോ ഒക്കെ വരുന്നതിനും കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും ഒക്കെ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ആഴ്ച. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു അല്പം ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അത് 12-ാം ഇടത്ത് ആണ് തൊഴിൽ സ്ഥാനത്തിൻ്റെയും സപ്തമഭാവം ദാമ്പത്യഭാവത്തിൻ്റെയും അധിപനായ ആ വ്യാഴം ഗോചരാൽ സഞ്ചരിക്കുന്നു. അപ്പോൾ പല കാര്യങ്ങൾക്കും ദാമ്പത്യ ജീവിതത്തിലും തൊഴിൽ രംഗത്തും ഒക്കെ തടസ്സങ്ങളോ ക്ലേശങ്ങളോ കഷ്ടതകളോ ഒക്കെ സൂചകമാണ്. അത് വിദേശത്തായിരിക്കുന്നവർക്കും ചില കഷ്ടതകളൊക്കെ സൂചകമാണ്. ആയതിനാൽ നമ്മൾ കൂടുതലായിട്ട് ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യുകയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുക. അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർ വൻ തുകകൾ മുടക്കിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് വളരെയധികം
ആലോചിച്ച് സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടും മറ്റ് ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ ഉത്തരവാദിത്തപ്പെട്ടവർ കൂടാതെ ഗുരുക്കന്മാരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ്. വലിയ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ അത് അനിവാര്യവുമാണ്. സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ വിജയിക്കുവാനായിട്ട് സാധിക്കും. ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടുമൊക്കെ ചില ക്ലേശങ്ങൾ ഉണ്ടാകാം. ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, വാഹനങ്ങൾ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ, വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്കും ചില ക്ലേശങ്ങൾ സൂചകമാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം, അവർക്ക് ഏറ്റവും ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. ദോഷങ്ങളൊക്കെ അകന്നു മാറിയിരിക്കുന്നു. അധിക സാഹസികത പാടില്ല. സുഹൃത്തുക്കളുടെയോ സഹോദര സ്ഥാനീയരുടെയോ ചില ഇടപെടലുകൾ ചില ക്ലേശങ്ങൾ ഉണ്ടാക്കിയേക്കാം. സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയർ മുഖാന്തരമോ ഉണ്ടാകുന്ന ഇടപാടുകൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. വളരെ ജാഗ്രത പാലിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ സന്തോഷകരമായ ഒരു ആഴ്ച. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിത നേട്ടങ്ങൾ വന്നുചേരും, വിജയങ്ങൾ വന്നുചേരും, സാമ്പത്തിക അഭിവൃദ്ധിയും വന്നുചേരും. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം, ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം തൊഴിൽ സ്ഥാനത്ത് വ്യാഴവും രാശ്യാധിപനും ഭാവാധിപനും അതുപോലെ തന്നെ സാമ്പത്തികത്തിൻ്റെ അഭീഷ്ട കാര്യങ്ങൾ സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപനായ ബുധനും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു നല്ല ആഴ്ചയാണ്. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും. ഒരു പുതിയ തൊഴിലിനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്ന ഈ ആഴ്ചയിൽ പങ്കെടുക്കുന്ന ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് വിജയിക്കുവാനാകും. അവർ ജോലി കരസ്ഥമാക്കും. ഉയർന്ന ശമ്പളത്തോടു കൂടിയ ജോലി, അത് അഭീഷ്ടങ്ങൾ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ്. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയും അടങ്ങുന്ന ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം, ഇവരെ സംബന്ധിക്കുന്നിടത്തോളം 9-ാം ഇടത്ത് ഭാഗ്യസ്ഥാനത്ത് സുഖസ്ഥാനത്തിൻ്റെയും സപ്തമഭാവത്തിൻ്റെയും അധിപനായ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ 9-ാം ഭാവാധിപനും അവിടെ സ്ഥിതി ചെയ്യുന്നു. കൂടാതെ തൊഴിൽ സ്ഥാനാധിപൻ, അത് രാശ്യാധിപൻ കൂടിയായ ബുധനും ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ വേണ്ടത്ര ഭാഗ്യങ്ങൾ ഏത് കാര്യത്തിലായാലും ഉണ്ട്. ആരോഗ്യം മെച്ചപ്പെടുകയും കുടുംബപരമായ ഐക്യമുണ്ടാകുന്നതിനും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. സന്താനങ്ങളെ കൊണ്ടും വിജയങ്ങളും അതുപോലെ തന്നെ നന്മയും വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. വിദേശത്തായിരിക്കുന്നവർക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം, എങ്കിലും അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്നതുമാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. അതായത് സർവേശ്വരകാരകനായ വ്യാഴം അഷ്ടമഭാവത്തിൽ അനിഷ്ടത്തിൽ നിൽക്കുമ്പോൾ രാശ്യാധിപനായ ശുക്രനും അഷ്ടമത്തിലാണ്. അതുപോലെ തന്നെ 11-ാം ഭാവാധിപനായ ആദിത്യനും അഷ്ടമത്തിലാണ്. കൂടാതെ 9-ാം ഭാവാധിപന്റെ സ്ഥിതിയും അഷ്ടമഭാവത്തിൽ അനിഷ്ടത്തിൽ നിൽക്കുന്നതിനാലും ചന്ദ്രന് പക്ഷബലം കുറഞ്ഞു നിൽക്കുന്നതിനാലും അതുപോലെ തന്നെ സപ്തമഭാവത്തിൻ്റെ അധിപൻ സർപ്പനോട് യോഗം ചെയ്ത് നിൽക്കുന്നതിനാലും വളരെയധികം കഷ്ടതകൾ നഷ്ടങ്ങളൊക്കെ സൂചകമാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും തൊഴിൽ രംഗത്തായാലും കുടുംബത്തായാലും വാഹനം കൈകാര്യം ചെയ്യുന്ന അവസരത്തിലായാലും ജീവിത പങ്കാളിയുമായിട്ട് സ്വരച്ചേർച്ച സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ആഴ്ചയാണ്. പ്രത്യേകിച്ച് സന്താനങ്ങളുമായിട്ടും ഒക്കെ സുഹൃത്തുക്കളും സാമ്പത്തിക ഇടപാടുകളൊക്കെ ഈ ആഴ്ച ഒന്ന് മാറ്റിവെച്ച് പുതിയ പുതിയ സംരംഭങ്ങളുടെ ആരംഭത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതോ അല്ലെ ചിന്തിക്കുന്നതോ ചർച്ച ചെയ്യുന്നതോ ഒക്കെ മാറ്റിവെച്ച് തീരുമാനമെടുക്കുവാൻ മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഉള്ള ആഴ്ച. സർവേശ്വരകാരകൻ, അത് ഭാഗ്യാധിപൻ കൂടിയായ ആ വ്യാഴം നിവൃത്തിസ്ഥാനത്ത് നിൽക്കുന്നു. പല കാര്യങ്ങൾക്കും നിവൃത്തി ഉണ്ടാവും. മാർഗം തടസ്സപ്പെട്ടു മുൻപോട്ട് പോകുവാൻ തൊഴിൽ ആയാലും സാമ്പത്തികമായാലും കുടുംബത്തായാലും
വളരെ സങ്കീർണമായ പ്രശ്നങ്ങളുള്ളവർ ആണ് എങ്കിൽ പോലും അതിന് ഒരു നിവൃത്തി വരുന്ന, ദൈവാധീനത്തോടുകൂടി ആ കാര്യങ്ങൾക്ക് നിവൃത്തി വരുന്ന ഒരു സന്ദർഭമാണ്. ദമ്പതികളായിട്ടുള്ളവർ പൊതുവെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകാം. കൂടാതെ വിദ്യാർത്ഥികൾക്ക് നല്ല സ്കോർ ചെയ്ത് മാർക്ക് വാങ്ങുന്നതിന് സാധിക്കും. തൊഴിൽപരമായ വിജയങ്ങളും വന്നിച്ചു. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കുന്നു. രാശ്യാധിപന്റെ അനിഷ്ടഭാവത്തിലെ സ്ഥിതി കൊണ്ട് പല കാര്യങ്ങൾക്കും തടസ്സം മാറ്റിവെക്കേണ്ട അവസ്ഥ. എന്നാൽ കടങ്ങൾ വീടുകയോ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനോ ഒക്കെ സൂചനയുണ്ട്. മാർഗമധ്യയൊക്കെ യാത്രാവേളകളിൽ ധനം കയ്യിൽ കൊണ്ടു നടക്കുന്നതും ആഭരണങ്ങളോ സ്വർണങ്ങളോ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കൊണ്ടു നടക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും ഭൂമി വന്നു ചേരുന്നതിന് യോഗമുണ്ട്. സ്വന്തം പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത് ആകുവാൻ ഒക്കെ നല്ല സന്ദർഭമുള്ള ആഴ്ചയാണ്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള കാലവുമാണ്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ രാശിക്കാർ, അതായത് മകരം രാശിക്കാർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. ഭാഗ്യസ്ഥാനത്താണ്. സർവേശ്വരകാരകനായ വ്യാഴം മാത്രമല്ല, ഭാഗ്യാധിപനായ ശുക്രനും അവിടെ ഉണ്ട്. ആ ശുക്രൻ നിൽക്കുന്നതോടൊപ്പം തന്നെ 9ാം ഭാവത്തിന്റെ അധിപൻ കൂടിയായ ബുധനും ഒക്കെ അവിടെ ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ സർവ്വവിധ ദൈവാധീനവും ഭാഗ്യവും, ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുക, നഷ്ടപ്പെട്ട തൊഴിലുകൾ പോലും തിരിച്ചു വിളിക്കുക, മാനേജ്മെന്റുകൾ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ പുതിയ ശമ്പള വർധനവോടുകൂടിയ പുതിയ ജോലി ലഭിക്കുക. അതുപോലെ തന്നെ അധിക സാഹസികത പാടില്ല. വിക്രമസ്ഥാനത്ത് ചൊവ്വായും രാഹുവും കൂടി സ്ഥിതി ചെയ്യുമ്പോൾ മിലിറ്ററി ഓഫീസേഴ്സ്, അതുപോലെ തന്നെ പോലീസുകാർ, സെക്യൂരിറ്റി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്ന അനവധി ആൾക്കാർ, പൊക്കത്തിലൊക്കെ കയറുന്നവർ, ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നവർ, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന, സാഹസികമായി വാഹനം കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ നല്ല ആഴ്ചയാണ്. തൊഴിൽപരമായ നേട്ടങ്ങളും വന്നു ചേരുന്ന ആഴ്ച. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3, 4 പാദവും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർ ഏറ്റവും കൂടുതൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു രാശിക്കാരാണ്. ശനി രാശിയിൽ 7ര ശനി ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 7ര ശനിയുടെ ജന്മത്തിലെ ശനിയുടെ ബലം കുറഞ്ഞു വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എങ്കിലും ദൈവാധീനമുള്ള ആഴ്ചയാണ്. സുഖസ്ഥാനത്തിൻ്റെ അധിപനായ ശുക്രൻ, അത് രാജയോഗകാരകനാണ് ഈ കുംഭം രാശിക്കാർ. അത് സ്വക്ഷേത്ര ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഈ ആഴ്ച അപ്രതീക്ഷിതമായ ഒരു വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വന്നു ചേരുവാൻ യോഗമുണ്ട്. അത് എന്താണ് ആഗ്രഹിക്കേണ്ടത്, അത് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക, സാധിക്കും. അവിടെ വ്യാഴവും അതുപോലെ തന്നെ ഭാഗ്യാധിപനായ ബുധനും ഒക്കെ യോഗം ചെയ്തിരിക്കുന്നു, നിവൃത്തി സ്ഥാനത്തിൻ്റെ അധിപനുമൊക്കെ. അപ്പോൾ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു വിവാഹാലോചന വന്ന് വാക്കാകുന്നതിനും, അപ്രതീക്ഷിതമായ രീതിയിൽ സന്തോഷങ്ങൾ, ഉത്തമ കുടുംബ ജീവിതം നയിക്കുന്നവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. തൊഴിൽപരമായ വിജയങ്ങളും വന്നിച്ചേരും. മീനം രാശിക്കാരായിരിക്കുന്ന പൂറ്റാതി 4ാം പാദം ഉത്രട്ടാതി രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അങ്ങേയറ്റം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയം. 7ര ശനിയൊക്കെ ആരംഭിച്ചിരിക്കുന്നു. 12ാമിടത്ത് ദുരിതസ്ഥാനത്ത് ശനി ഇപ്പോൾ നിൽക്കുന്ന സമയമാണ്. രാശിയിൽ ഇപ്പോൾ സർപ്പനുമുണ്ട്. കൂടാതെ അനിഷ്ടത്തിൽ ശുക്രനും വ്യാഴവും, രാശിയാധിപനായിരിക്കുന്ന വ്യാഴവും, അതുപോലെ തന്നെ സർവത്ര ഒരു അനിഷ്ടാവസ്ഥ. ആദിത്യനും ശുക്രനും ബുധനും വ്യാഴവും 3ാമിടത്ത് നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഈ ആഴ്ച പുതിയ കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും ആരംഭിക്കുക ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധിക്കണം.
വലിയ ദീർഘദൂര യാത്രകളൊക്കെ മാറ്റിവെക്കാവുന്നതാണെങ്കിൽ മാറ്റിവെക്കുക. അല്ലെങ്കിൽ യാത്രാമധ്യയൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഡ്രൈവിംഗ് ചെയ്യുന്ന സന്ദർഭങ്ങളിലും പൊക്കത്തിലൊക്കെ കയറുന്നവരോ അതുപോലെ തന്നെ സ്ഫോടനാത്മകമായ രീതിയിൽ സംസാരമൊക്കെ വളരെ നിയന്ത്രിക്കണം. ധനകാര്യ ഏർപ്പാടുകൾ ചെയ്യുന്നത് കൃത്യമായിട്ട് വേണം. പുതിയ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നത് ഗുരുക്കന്മാരുടെയോ കുടുംബാംഗങ്ങളുടെയോ ഒക്കെ നിർദ്ദേശം സ്വീകരിക്കുകയും വേണം. വളരെയധികം ജാഗ്രത ആവശ്യമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഞാനീ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ, ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വെച്ചുകൊണ്ട് ജാതകം എടുത്ത് നോക്കുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.